Hi friends, welcome to iPlus Training Solutions. UGC Net Political Science PYQ Previous Year Question Papers ഡിസ്കഷനിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ലിസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. കുറച്ച് പ്രധാനപ്പെട്ട ട്രീറ്റി എഗ്രിമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ലിസ്റ്റ് 1 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്. സോ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഏത് പ്രൈം മിനിസ്റ്ററുടെ ഗവൺമെന്റിന്റെ സമയത്താണ് എന്നതായിരിക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരിക. സോ നമുക്കൊന്ന് എഗ്രിമെന്റ്സ് വായിച്ചു നോക്കാം. ഷിംല എഗ്രിമെന്റ് ആണ് തുടക്കത്തിൽ തന്നെ. അത് 1972 സൈൻ ചെയ്യുന്നതാണ്. ആഫ്റ്റർ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ഇൻ 1971 ബംഗ്ലാദേശ് വാറിന് ശേഷം 72 സൈൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റ് ആണ് ഷിംല അഗ്രിമെന്റ്. സോ അറൌണ്ട് ദാറ്റ് പീരീഡിൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. താഷ്കന്റ് അഗ്രിമെന്റ് ആണ്. അതൊരു 1966-67 ടൈമിൽ സൈൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റ് ആണ്. ആഫ്റ്റർ 1965 ഇൻഡോ പാക് വാർ. ദെൻ ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960s സൈൻ ചെയ്യുന്നതാണ്. ജവഹർലാൽ നെഹ്റു ആണ് സൈൻ ചെയ്യുന്നത്. ദെൻ ഇൻഡോ US ന്യൂക്ലിയർ അഗ്രിമെന്റ് മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ 2008 ടൈമിൽ സൈൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റ് ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് 4 അഗ്രിമെന്റ്സ് തന്നിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഷിംല അഗ്രിമെന്റ് ഇന്ദിരാഗാന്ധിയുടെ പീരീഡിൽ A2, താഷ്കന്റ് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ പീരീഡിലാണ് B4, C1, D3. സോ നമുക്ക് നോക്കാം ആണോ ആൻസർ വരുന്നതെന്ന്. സോ ഓപ്ഷൻ എ നോക്കുക, A2, B4, C1, D3. അത് തന്നെയാണ് ഉത്തരം. അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽ വേർഷനിലേക്ക് പോവുകയാണെങ്കിൽ as I said earlier 1972 ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് സൈൻ ചെയ്യുന്നത്. ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായിട്ട് 1979 ഒരു ബംഗ്ലാദേശ് വാർ ഉണ്ടാവുന്നുണ്ട്. അതായത് വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ആയിരുന്നു. ആ സമയത്ത് ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് വരണമെന്നുള്ള ഭാഗമായിട്ട് ഈസ്റ്റ് പാകിസ്ഥാൻ സ്പ്ലിറ്റ് ചെയ്ത് ബംഗ്ലാദേശ് ആവുന്നതിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു വാറാണ്. ഇന്ത്യ അതിൽ ഇന്റർവീൻ ചെയ്യുകയും അങ്ങനെ ബംഗ്ലാദേശിന്റെ ലിബറേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്തോ പാക് വാർ ഉണ്ടാവുന്നുണ്ട്. സോ അതിൽ പീസ് അഗ്രിമെന്റ് ആയിട്ടാണ് 1972 ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. പിന്നീട് താഷ്കന്റ് അഗ്രിമെന്റ് 1965 ഇന്തോ പാക് വാറിന് ശേഷം സൈൻ ചെയ്യുന്നതാണ്. 1966 അത് സോവിയറ്റ് യൂണിയൻ മീഡിയേഷനിൽ വന്നിട്ട് സൈൻ ചെയ്യുന്ന ഒരു ട്രീറ്റിയാണ് താഷ്കന്റ് അഗ്രിമെന്റ്. ലാൽ ബഹദൂർ ശാസ്ത്രി ആണ് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. അതിനുശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു താഷ്കന്റ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട്. പിന്നീട് ഇൻഡസ് വാട്ടർ ട്രീറ്റി, അതൊരു ഇൻഡസ് റിവറിലെ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. വേൾഡ് ബാങ്കിന്റെ മീഡിയേഷനിൽ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ് അത് സൈൻ ചെയ്യുന്നത്. പിന്നീട് ഇൻഡോ US ന്യൂക്ലിയർ അഗ്രിമെന്റ് മൻമോഹൻ സിംഗിന്റെ പീരീഡിൽ 2008 അത് സൈൻ ചെയ്യുന്നത്. ഇന്ത്യയും USA തമ്മിൽ ന്യൂക്ലിയർ കോപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈൻ ചെയ്യുന്ന ഒരു അഗ്രിമെന്റ് ആണത്. സോ ഇതിലെ ആദ്യത്തെ 3 അഗ്രിമെന്റും ഷിംല അഗ്രിമെന്റും താഷ്കന്റ് അഗ്രിമെന്റും ഇൻഡസ് വാട്ടർ ട്രീറ്റിയും ഒക്കെ സൈൻ ചെയ്യുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ദെൻ അടുത്തത് ഇന്ത്യയും US തമ്മിൽ സൈൻ ചെയ്യുന്നതാണ്. സോ ട്രീറ്റീസ് സൈൻ ചെയ്യുന്ന ഇയറും സൈൻ ചെയ്തത് ആരൊക്കെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് ഓർത്ത് വെക്കണം. റിപ്പീറ്റഡ് ആയിട്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു അഗ്രിമെന്റ് തന്ന് ഇത് ആരൊക്കെ തമ്മിൽ സൈൻ ചെയ്തു, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷിംല അഗ്രിമെന്റ് തന്നിട്ട് ഇത് ആരൊക്കെ തമ്മിലാണ് സൈൻ ചെയ്തിട്ടുള്ളത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള വാറുകളുടെ ലിസ്റ്റും കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. 48, 65, 71 ഒക്കെ വാറുകൾ ഉണ്ടാവുന്നുണ്ട്. ദെൻ 62 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വാർ ഉണ്ടാവുന്നുണ്ട്. സോ അതൊക്കെ ഓർത്ത് വെക്കണം. അതൊക്കെ ഓർത്ത് വെച്ചാൽ തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതും കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് റിലേറ്റഡ് ടു ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇൻ അസെൻഡിങ് ഓർഡർ. സോ ആദ്യം നടന്നിട്ടുള്ളത് ഏത് ഇവന്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ കാലക്രമത്തിൽ രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. സോ 5 ഇവന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡോ US ന്യൂക്ലിയർ ഡീൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഗുജറാൾ ഡോക്ട്രിൻ, പഞ്ചശീൽ, പഞ്ചാമൃത്, ലുക്കിസ് പോളിസി. സോ ഈ 5 ഇവന്റ്സിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ക്രോണോളജിക്കലി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത്. സോ നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ ആദ്യം നടന്നിട്ടുള്ളത് അഫ്കോഴ്സ് നമുക്കറിയാം പഞ്ചശീലാണ്. സോ C ഓപ്ഷൻ ആയിരിക്കും ആദ്യം വരിക. പിന്നീട് കൂട്ടത്തിൽ നടന്നിട്ടുള്ളത് ലുക്കീസ് പോളിസിയാണ് നരസിംഹറാവുയുടെ സമയത്ത്. ദെൻ ഗുജറാൾ ഡോക്ട്രിൻ,
then Indo-US nuclear deal, then Panchamrit. So CEBAD എന്നുള്ളൊരു ഓർഡറിലാണ് ഇത് വരിക. നമുക്ക് ആൻസർ നോക്കാം. CEBAD ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓക്കെ ഓപ്ഷൻ നമ്പർ 4 ആണ്. സോ അത് തന്നെയാണ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ക്രോണോളജിക്കലി അസെൻഡിങ് ഓർഡറിൽ. സോ നമ്മൾ ചൂസ് ചെയ്തു. സോ നമുക്ക് ഈ ട്രീറ്റീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതിന്റെ ഇയർ, ആരാണ് സൈൻ ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തത് പഞ്ചശീൽ സൈൻ ചെയ്യുന്നത് 1954ലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റ് ആണ് 1954 സൈൻ ചെയ്തിട്ടുള്ള പഞ്ചശീൽ എന്ന പേരിൽ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ 5 ശീലങ്ങൾ അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണിത്. ഇന്ത്യയുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയുടെ ഏറ്റവും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. പിന്നെ ഇത് ഇന്ത്യയും ചൈനയും തമ്മിലാണ് സൈൻ ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായി അന്നത്തെ ചൈനീസ് പ്രീമിയർ ആയിരുന്ന ചൗവൻലായും തമ്മിലാണ് പഞ്ചശീൽ സൈൻ ചെയ്യുന്നതെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഫൗണ്ടേഷണൽ സ്റ്റോൺ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതായത് ഇതിൽ പറയുന്ന 5 പ്രിൻസിപ്പിൾസ് ആണ് പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഇന്ത്യയുടെ കോറായിട്ട്, ഫോറിൻ പോളിസിയുടെ കോറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിനകത്ത് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ സോവർണിറ്റി, നോൺ അഗ്രഷൻ, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ഇതുപോലെയുള്ള 5 പ്രിൻസിപ്പിൾസ് ചേർന്നിട്ടുള്ളതാണ് പഞ്ചശീൽ എന്ന് പറയുന്നത്. 1954ലാണ് സൈൻ ചെയ്യുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായും ആണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ലുക്ക് ഈസ്റ്റ് പോളിസി 1991ലാണ് സൈൻ ഇനീഷ്യേറ്റ് ചെയ്യപ്പെടുന്നത്. പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അതായത് തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ പോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ഇന്ത്യയുടെ ഇക്കണോമിക് സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് ലുക്ക് ഈസ്റ്റ് പോളിസി. പിന്നീട് അത് നരേന്ദ്രമോദി സർക്കാരൊക്കെ വന്നപ്പോൾ അത് ആക്ട് ഈസ്റ്റ് പോളിസി ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. സോ ലുക്ക് ഈസ്റ്റ് പോളിസി 1991 പ്രൈം മിനിസ്റ്റർ PV നരസിംഹറാവുയുടെ നേതൃത്വത്തിൽ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള പോളിസിയാണ്. ഓക്കെ, പ്രധാനമായിട്ടും ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ബി ആയിട്ട് വരുന്നത് ഗുജറാൾ ഡോക്ട്രിൻ ആണ്. 1996-1997 പീരീഡിൽ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ്. IK ഗുജറാൾ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ദെൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള IK ഗുജറാളിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പോളിസി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഈ ഒരു പോളിസി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സ്മോൾ നെയ്ബേഴ്സ്, നേപ്പാൾ, ഭൂട്ടാൻ പോലെയുള്ള സ്മോൾ നെയ്ബേഴ്സുമായിട്ട് ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡോക്ട്രിനാണ് ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതായത് പൊതുവേ നമ്മൾ ഫോറിൻ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും രാജ്യങ്ങൾ തങ്ങൾക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ ബെനിഫിറ്റ് നോക്കിയിട്ടാണ് ഒരു പോളിസിയിലേക്ക് പോകുന്നത്. ഈ ലുക്കിസ്റ്റ് പോളിസിയൊക്കെ അത്തരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പോളിസിയാണ്. അതായത് ഇന്ത്യ അങ്ങോട്ടേക്ക് ഫ്രണ്ട്ഷിപ്പ് ബിഹേവിയർ കൊടുക്കുമ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ഗുജറാൾ ഡോക്ട്രിന്റെ ഒരു പ്രത്യേകത അത്തരത്തിൽ ഒന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തിരിച്ചൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇന്ത്യ കൊണ്ടുവന്ന ഒരു പോളിസി അല്ല. നേരെ മറിച്ച് നെയ്ബേഴ്സ്, വളരെ കുഞ്ഞു നെയ്ബേഴ്സ് ഉണ്ടല്ലേ ഇന്ത്യക്ക്, മാലദ്വീപ്സ് അല്ലെങ്കിൽ നേപ്പാൾ, ഭൂട്ടാനെ പോലുള്ള. സോ ഈ കുഞ്ഞു നെയ്ബേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, തിരിച്ച് അത്ര തന്നെ ഇമ്പാക്റ്റിൽ തിരിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നില്ല എങ്കിൽ പോലും ഇന്ത്യ അങ്ങോട്ട് ബെനിഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ത്യയെ സഹായിക്കുക എന്നുള്ളൊരു പർപ്പസോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയും നെയ്ബേഴ്സും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല, തറവായിട്ട് പഠിച്ചു വെക്കുക. ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് സ്മോൾ നെയ്ബറിംഗ് കൺട്രീസുമായിട്ടുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഓക്കെ, യൂണിലാറ്ററൽ ആയിട്ടുള്ള കൺസെഷൻസ് ഇന്ത്യ ഈ കുഞ്ഞു നെയ്ബേഴ്സിന് വേണ്ടിയിട്ട് കൺസെഷൻസ് യൂണിലാറ്ററലി കൊടുക്കുകയാണ്. ചിലപ്പോൾ ഇന്ത്യക്ക് അതിൽ നിന്ന് നഷ്ടം സംഭവിക്കുമായിരിക്കും, പക്ഷെ അതൊന്നുമല്ല. നേരെ മറിച്ച് കുഞ്ഞു നെയ്ബേഴ്സിനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരെ കൂടുതൽ പവർഫുൾ ആക്കുക എന്നുള്ള ഒരു പർപ്പസോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അടുത്തൊരു പോളിസി എന്ന് പറയുന്നത് Indo-US ന്യൂക്ലിയർ ഡീലാണ്. ഇത് സൈൻ ചെയ്യപ്പെടുന്നത് 2005ലും ഫൈനലൈസ് ചെയ്യപ്പെടുന്നത് 2008ലുമാണ്. മൻമോഹൻ സിംഗിന്റെ പീരീഡിലാണ് ഇത് സൈൻ ചെയ്യപ്പെടുന്നത്. ഇന്ത്യയും US തമ്മിലുള്ള ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡീലാണ് Indo-US ന്യൂക്ലിയർ ഡീൽ. ഓക്കെ, ദെൻ അഞ്ചാമത്തത് ഏറ്റവും അവസാനമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു പോളിസിയാണ് പഞ്ചാമൃത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഞ്ചാമൃതിനെ കുറിച്ചിട്ട് പറയാം.
യുണൈറ്റഡ് നേഷൻസിന്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP26 ഗ്ലാസ്ഗോവിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള ഈ ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് ആണ് ഈ പഞ്ചാമൃത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, പഞ്ചാമൃത് 5 നെക്ടാർസ് എന്നാണ് അതിന്റെ സംസ്കൃതത്തിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ കൊണ്ടുവരുന്ന 5 പോയിന്റ് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഈ പഞ്ചാമൃത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പഞ്ചാമൃത് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് അഗ്രിമെന്റ് അല്ല, നേരെ മറിച്ച് ഒരു ക്ലൈമറ്റ് പ്ലാൻ ആക്ഷൻ ആണ്. 5 പ്രധാനപ്പെട്ട ആക്ഷൻ പ്ലാനുകളാണ് ഇന്ത്യ ഈ പഞ്ചാമൃതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഇന്ത്യ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് 2021 നവംബറിൽ. അണ്ടർ നരേന്ദ്രമോദി സർക്കാരിലാണ് ചെയ്യുന്നത്. അതായത് 2030 ആവുമ്പോഴത്തേക്കും ഇന്ത്യ എങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചസിനെ അഡ്രസ് ചെയ്യും, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള 5 പ്ലഡ്ജസിനെയാണ്, അല്ലെങ്കിൽ 5 പ്രതിജ്ഞകൾ, അല്ലെങ്കിൽ 5 പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ 5 ആക്ഷൻ പ്ലാൻസ് എന്ത് പേരിലും പറയാം. സോ 2030 ആകുമ്പോഴത്തേക്കും ക്ലൈമറ്റ് ചേഞ്ച് എങ്ങനെ കോമ്പാറ്റ് ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ, 5 ആക്ഷൻ പ്ലാനുകളാണ് ഈ പഞ്ചാമൃത് എന്ന് പറയുന്ന പോളിസിയിലൂടെ പറയുന്നത്. സോ ആ ഇയർ മറന്നു പോരുത്, ആരുടെ കീഴിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് മറന്നു പോരുത്, എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നും മറന്നു പോരുത്. നമുക്ക് അവസാനമായിട്ട് ഈ 5 ആക്ഷൻ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഈ 5 കോമ്പണൻസ്, പഞ്ചാമൃതിലുള്ള 5 കോമ്പണൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇന്ത്യ വിൽ ഇൻക്രീസ് ഇറ്റ്സ് നോൺ ഫോസിൽ എനർജി കപ്പാസിറ്റി ടു 500 by 2030, and renewable energy will form 50% of India's energy basket by 2030. India will abate 1 billion tons of total projected carbon emissions from now till 2030, and India will bring its economy's carbon intensity level below 45% by 2030. Net zero emissions will be attained by year 2070. So 2030 ആവുമ്പോഴത്തേക്കും ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ കാർബൺ എമിഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ എന്തൊക്കെ പ്രതിജ്ഞകൾ അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ ആണ്, നടക്കാൻ പോകുന്ന കാര്യമാണ് കേട്ടോ. ഇന്ത്യ ചെയ്ത കാര്യങ്ങളെ കുറിച്ചല്ല പറയണത്. 2030 ആവുമ്പോഴത്തേക്കും ഇന്ത്യ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലൈമറ്റ് പ്ലാനുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ അതൊരു ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ആണ് പഞ്ചാമൃത്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ സംഭവമോ സൈൻ ചെയ്തൊരു എഗ്രിമെന്റോ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ സോ അതൊരു സ്ട്രാറ്റജിയും കൂടിയാണ്. ക്ലൈമറ്റ് ചേഞ്ചിനെ ഇന്ത്യ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ് 2030 ആവുമ്പോഴത്തേക്കും. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ട്രീറ്റുകൾ പഠിക്കുമ്പോൾ മുന്നേ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഇയർ നന്നായിട്ട് പഠിക്കുക. ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ട്രീറ്റ് എന്തിനാ കൊണ്ടുവന്നത്, എന്ത് കോണ്ടെക്സ്റ്റിലായിരുന്നു എന്നുള്ളതൊക്കെ വളരെ തറവായിട്ട് പഠിക്കുക. പോളിസീസിന്റെ പേരും വളരെ തറവായിട്ട് പഠിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് പ്ലാനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് യൂണിറ്റ്സുകളിൽ നിന്നുള്ള ചോദ്യമാണ്. വിച്ച് ഈസ് ദി നോഡൽ ഏജൻസി ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇൻ ഇന്ത്യ? സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എല്ലാവർക്കും അറിയായിരിക്കും, യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ള. സോ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഓതറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള നോഡൽ ഏജൻസി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നീതി ആയോഗ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, നാഷണൽ എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സോ ഇച്ചിരി കുഴയ്ക്കുന്ന ഒരു ചോദ്യമാണ്, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീംസും പ്രോഗ്രാംസും ഫോം ചെയ്യുക എന്നുള്ളത് നീതി ആയോഗിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നീതി ആയോഗ് എന്ന് പറയുന്ന ഏജൻസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തുടക്കത്തിൽ ഇത് പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. 2015 പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്ത് നീതി ആയോഗ് കൊണ്ടുവന്നു. ഓക്കെ, ഇതൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യയിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, സ്കീം കൊണ്ടുവരിക, അത് പ്ലാൻ ചെയ്യുക, നടത്തുക, മോണിറ്റർ ചെയ്യുക, അതിനാവശ്യമുള്ള ഫണ്ട് സ്റ്റേറ്റിനും യൂണിയൻ ടെറിട്ടറീസിനും സെൻട്രൽ മിനിസ്ട്രിക്കൊക്കെ എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നീതി ആയോഗാണ്. ഓക്കെ, പിന്നീട് നീതി ആയോഗ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പീരിയോഡിക്കൽ റിപ്പോർട്ടും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതിന്റെ പേര് SDG ഇന്ത്യ ഇൻഡെക്സ് എന്നുള്ളതാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യ ഇൻഡെക്സ്. ഓക്കെ, അത് മറന്നു പോകരുത്. സോ ആ റിപ്പോർട്ടുകൾ വഴി കൃത്യമായിട്ട് ഇതൊക്കെ നടക്കുന്നുണ്ടോ, ഈ ഗോൾസ് ഒക്കെ കൃത്യമായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള അനാലിസിസും ആര് നടത്തുന്നുണ്ട്? നീതി ആയോഗ് നടത്തുന്നുണ്ട്. സോ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഫുൾഫിൽ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്
നീതി ആയോഗ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, മുന്നേ അത് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. 2015 അണ്ടർ നരേന്ദ്രമോദി ഗവൺമെന്റ് പ്ലാനിംഗ് കമ്മീഷൻ മാറി നീതി ആയോഗ് ആയിട്ട് മാറി. ഓക്കെ, മുന്നേ 5 ഇയർ പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറി നീതി ആയോഗിന്റെ കീഴിലാണ് പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച ഒരു 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. സോ ഇതിൽ ട്രൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ എ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അലോസ് ദ സ്റ്റേറ്റ് ടു ഇന്റർവീൻ ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ ഇൻ ഓർഡർ ടു എൻഷുർ ഈക്വാലിറ്റി എമംഗ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിനെ റിലീജിയന്റെ മാറ്റേഴ്സിൽ ഇന്റർവീൻ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അധികാരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇടയിൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. അതായത് സ്റ്റേറ്റ് റിലീജിയന്റെ കാര്യത്തിൽ ഇന്റർവീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റിന്റെ കീഴിൽ നിയന്ത്രണ വിധേയമാണ് റിലീജിയന്റെ പ്രവർത്തനങ്ങൾ. ഓക്കെ, സോ എ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് ആണ്. ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. യെസ്, റിലീജിയന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ ബി സ്റ്റേറ്റ്മെന്റും ട്രൂത്ത് ആണ്. സി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ടു ഓൾ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഓർ നോട്ട് ടു ഫോളോ എനി. സോ ഏതൊരു റിലീജിയനെയും പ്രൊഫസ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു റിലീജിയനെയും ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെ ജീവിക്കാനുള്ള റൈറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. റൈറ്റ് ടു റിലീജിയൻ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പെട്ടിട്ടുള്ള ഒരു റൈറ്റ് ആണിത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് ചെയ്യുന്നുണ്ട്, ഇത്തരം റൈറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഡി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡ്വക്കേറ്റ്സ് ദ ടൈറ്റിൽസ് ഓഫ് മിലിറ്ററി or academic distinction for the citizen of India. Academic military titles Constitution of India permit ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡി സ്റ്റേറ്റ്മെന്റ്. ശരിയാണ്. പക്ഷേ മറ്റ് ടൈറ്റിൽസ് ഉണ്ട്. അതായത് ഈ കാസ്റ്റിന്റെ പേരിൽ അല്ലെങ്കിൽ സോഷ്യൽ ഹൈറാർക്കീസ് ഉണ്ടാക്കുന്ന ചില ടൈറ്റിൽസ്, അത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത്തരം ടൈറ്റിൽസ് എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് പീരീഡിലൊക്കെ ഉണ്ടായിരുന്ന ദിവാൻ പോലുള്ള ടൈറ്റിൽസ് ഉണ്ടല്ലോ, ഇതൊക്കെ ഈ സോഷ്യൽ ഹൈറാർക്കീസ് ഉണ്ടാക്കുന്ന ഇത്തരം ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ മിലിറ്ററി ടൈറ്റിൽസ് കൊടുക്കാറുണ്ട്. കേണൽ, അതുപോലെ പൊസിഷൻ മാത്രമല്ലാതെ എന്താ പറയുക, വീരമൃത്യു വരിച്ചവര്, അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അക്കാഡമിക് ടൈറ്റിൽസും കൊടുക്കാറുണ്ട്. ഡോക്ടർ, പ്രൊഫസർ പോലെയുള്ള കാര്യങ്ങൾ അത് കൊടുക്കാറുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. സോ ഡി സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഈ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ റൈറ്റ്സ്. അത് റോങ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. അതായത് ജസ്റ്റീഷ്യബിൾ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അത് വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ അത് നേടിയെടുക്കാം എന്ന് പറയുന്ന ഒരു ഫീച്ചറിനെയാണ് നമ്മൾ ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്നത്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സ് അങ്ങനെയുള്ള റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ തന്നെ അപ്രോച്ച് ചെയ്ത് നമ്മുടെ റൈറ്റ് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ നോൺ ജസ്റ്റീഷ്യബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോളിസി ഫ്രെയിംവർക്കുകൾ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, എല്ലാവർക്കും അറിയായിരിക്കും. അവ നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അഥവാ നടന്നില്ലെങ്കിൽ നമുക്ക് കോർട്ടിനെ അപ്രോച്ച് ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. നമുക്ക് കോർട്ടിലേക്ക് അപ്രോച്ച് ചെയ്ത് നമുക്കത് വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ അത് നേടിയെടുക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് നമ്മളിപ്പോ നോക്കിയതിൽ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റോങ്, ബാക്കിയെല്ലാം റൈറ്റ് ആയിരുന്നു. സോ എ ബി സി ഡി ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ്. ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ റിലീജിയസ് മാറ്റേഴ്സ്, ഇന്റർവീൻ ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. റിലീജിയസ് ഡിസ്ക്രിമിനേഷൻസ് ആർട്ടിക്കിൾ 15 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്ന ഒരു റൈറ്റ് ആണ്. അത് വെച്ച് റിലീജിയന്റെ പേരിൽ, കാസ്റ്റിന്റെ പേരിലൊക്കെയുള്ള ഡിസ്ക്രിമിനേഷനെ കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. Then religious freedom, Article 25 to 28 right to religion ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ തന്നെ ഏത് റിലീജിയൻ പ്രൊഫസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുള്ള റൈറ്റ് എല്ലാ സിറ്റിസൺസിനും ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ ഇന്ത്യ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂത്ത് ആണ്.
ദെൻ ടൈറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രകാരം സോഷ്യൽ ഹൈറാർക്കീസ് ഉണ്ടാക്കുന്ന ടൈറ്റിൽസിനെ ഒക്കെ അബോളിഷ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അക്കാഡമിക് മിലിറ്ററി മെറിറ്റ് ബേസ് ആയിട്ടുള്ള ചില ടൈറ്റിൽസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. ദെൻ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ നോൺ ജസ്റ്റീഷ്യബിൾ എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്, അഥവാ വയലേറ്റ് ചെയ്യപ്പെടുവാണെങ്കിൽ ലീഗലി ഇൻഡിവിജ്വൽസിനെ കോർട്ടിനെയൊക്കെ അപ്രോച്ച് ചെയ്ത് അത് നേടിയെടുക്കാനുള്ള പ്രൊവിഷൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെന്റുകളെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ചെറിയ രീതിയിലൊരു ട്രിക്കിയാണ്, പക്ഷെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, സ്റ്റേറ്റ്മെന്റുകൾ നന്നായിട്ട് വായിക്കുക, അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിങ്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇച്ചിരി ട്രിക്കിയാണ്. ആ ഒരു സെന്റൻസ് മനസ്സിലാക്കി എടുക്കണം. മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്, പക്ഷെ മനസ്സിലാക്കി എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം. Who contended that we are concerned only with finding a choice mechanism that will lead it so pursue a satisfying path, a path that will permit satisfaction at same specified level of all of needs. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ചോയ്സ് മെക്കാനിസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ താഴെയുള്ള 4 പേരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തിങ്കേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അതനുസരിച്ച് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്താ പറയാ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാൻ. സോ ഇതിലൊരു ചോയ്സ് മെക്കാനിസത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒപ്പം തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ സിംപ്ലി ഈ സെന്റൻസ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ കൺസേൺഡ്, അതായത് ഹ്യൂമൻ ബീങ്സ് എപ്പോഴും കൺസേൺ ചെയ്തിരിക്കുന്ന നമുക്ക് ചോയ്സസ് ഉണ്ട് അല്ലേ, നമ്മൾ ഓരോ ഡിസിഷൻ മേക്കിംഗ് നടത്തും, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചോയ്സസ് എടുക്കും. ഈ ചോയ്സ് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടുള്ളതാവണം? സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടുള്ളതാവണം. നമുക്ക് മറ്റു പല രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ചിലപ്പോൾ പെർഫെക്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഫോൾട്ടും ഇല്ലാത്തതാവണം. ഇതുപോലെയൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓരോ ചോയ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ. പക്ഷെ എല്ലാത്തിലും ഉപരിയായി അവസാനം നമ്മളൊരു ചോയ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാവണം? സാറ്റിസ്ഫാക്ഷൻ, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അത്തരത്തിൽ ചോയ്സിനെ കുറിച്ചിട്ടും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചും സാറ്റിസ്ഫാക്ഷനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു തിങ്കർ എന്ന് പറയുന്നത് ഹെർബർട്ട് സൈമൺ ആണ്. സോ ഇത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അദ്ദേഹമാണ് ഈ ബൗണ്ടഡ് റാഷണാലിറ്റി, ഡിസിഷൻ മേക്കിംഗ്, സാറ്റിസ്ഫാക്ഷൻ ഡിസിഷൻ ഇതുപോലുള്ള തിയറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ആണ് ഹെർബർട്ട് സൈമൺ ആണ്. ഹെർബർട്ട് സൈമൺ ആണ് ഈ ഒരു ചോയ്സ് മെക്കാനിസത്തെ കുറിച്ചും സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള തിങ്കർ. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. സോ അദ്ദേഹം പറയുന്നത് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ, ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ അത് അബ്സല്യൂട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻ ആവുന്നതിനേക്കാൾ ഉപരി അതൊരു സാറ്റിസ്ഫൈയിങ് ഡിസിഷൻ ആവാനാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും ഡിസിഷൻ എടുക്കുന്നത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന തിയറി. അദ്ദേഹമാണ് ഈ ഡിസിഷൻ മേക്കിംഗ് തിയറി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹമാണ്. ഒപ്പം തന്നെ ബൗണ്ടഡ് റാഷണാലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ബിഹേവിയർ ഇതുപോലുള്ള കൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഹെർബർട്ട് സൈമൺ ആണ്. ഓക്കെ, സോ ഹെർബർട്ട് സൈമൺ ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ കുറച്ച് ട്രിക്കിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ ചോയ്സിനെ കുറിച്ചിട്ടും സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടും ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടും ഒക്കെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ഹെർബർട്ട് സൈമൺ ആണ്. ഓക്കെ, ഇതുപോലുള്ള കീവേഡ്സും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക, അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which among the following statement related to CBDR is not correct? CBDR എന്ന് വെച്ചാൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. സോ താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ CBDR-ഉമായിട്ട് ചേരാത്ത ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വായിച്ചിട്ട് നോക്കാം. CBDR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അത് ഈ ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൈമറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് ഫർദർ പറയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ഗ്ലോബൽ എൻവയോൺമെന്റൽ നോംസ് ഡെവലപ്ഡ് ബൈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സെക്കൻഡ് വൺ, ഫേവേഴ്സ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിനെ ഫേവർ ചെയ്തിട്ടുള്ള ഒരു പോളിസി തന്നെയാണ്, ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. തേർഡ്, ഗ്രാൻഡ് സർട്ടൈൻ ട്രേഡ് കൺസെഷൻസ് ടു ഡെവലപ്പിംഗ് കൺട്രീസ്. ട്രേഡ് കൺസെഷൻസ്, ട്രേഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പോളിസി അല്ല CBDR, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. ഫോർത്ത് വൺ, ഡെവലപ്ഡ് കൺട്രീസ് ആർ ഓപ്പോസ് ടു ഇറ്റ്.
സം ഡെവലപ്പിംഗ് കൺട്രീസിന് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന പോളിസി ഫ്രെയിംവർക്കിനോട് ഓപ്പോസിഷൻ ഉണ്ട്. സോ ഫോർത്ത് ഓപ്ഷനും ശരിയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മൾ ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രേഡ് കൺസെഷൻസ് കൊടുക്കുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം ഇത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പോളിസി അല്ല, നേരെ മറിച്ച് എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന പോളിസിയാണ് CBDR എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ 3 ആണ്. ദെൻ സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. CBDR കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. CBDR is a principle in international environmental law, particularly recognized in United Nations Framework Convention on Climate Change. അതായത് UNFCCയുടെ Framework Convention on Climate Change ന്റെ ഭാഗമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് CBDR എന്ന് പറയുന്നത്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. റെസ്പോൺസിബിലിറ്റീസ് കോമൺ ആണ്, ബട്ട് ഡിഫറെന്റ് ആണ്. ഫോർ ഹൂം? ഡെവലപ്ഡ് കൺട്രീസിനും ഡെവലപ്പിംഗ് കൺട്രീസിനും വ്യത്യസ്തമായിട്ടാണ് ഈ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത്. ഓക്കെ, അതാണ് ഈ CBDR കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ബേസിക്കലി. അതായത് ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും, അപ്പോൾ ഇപ്പം വേൾഡ് മൊത്തത്തിൽ അനുഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓസോൺ ഡിപ്ലീഷൻ പോലെ ഉള്ള പ്രശ്നങ്ങൾ കാർബൺ എമിഷൻ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലെ. ഇൻഡസ്ട്രിയലൈസേഷൻ മൂലം ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന്റെ ഭാഗമായിട്ട്. സോ ഈ ഡെവലപ്ഡ് കൺട്രീസ് ഒരുപാട് കാലം മുന്നേ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ്. US പോലെ ബ്രിട്ടനെയൊക്കെ പോലെയുള്ള കൺട്രീസ് ഒരുപാട് കാലം മുന്നേ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കൺട്രീസ് ആണ്. നേരെ മറിച്ച് ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ ഒക്കെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, ആഫ്റ്റർ ലോങ് പീരീഡ് of colonialism and all. Okay, so അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ഒരു ലോ കൊണ്ടുവരുവാണെങ്കിൽ, ഇപ്പൊ കാർബൺ എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക പോലെയുള്ള പോളിസീസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ അത് ഈ ഡെവലപ്ഡ് കൺട്രീസിനും ഡെവലപ്പിംഗ് കൺട്രീസിനും ഒരുപോലെ കൊടുക്കുമ്പോൾ അതിലൊരു ജസ്റ്റിസിന്റെ ഒരു കുറവുണ്ട് അല്ലെ. അതായത് ഓൾറെഡി ഒരുപാട് കാലമായിട്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന്റെ വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കാണ്. സോ ഇവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉള്ള ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാർബൺ എമിഷൻസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അവരോട് ഡെവലപ്ഡ് കൺട്രീസിനോട് അവർക്ക് ഉള്ള കാർബൺ എമിഷൻസിന്റെ ലെവൽ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനേക്കാളും കുറച്ച് വെക്കുക പോലെയുള്ള പോളിസീസ് ആണ് ഈ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസിന്റെ കീഴിൽ വരുന്നത്. റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ ഡെവലപ്ഡ് കൺട്രീസിന് കൊടുക്കുക. സോ അപ്പൊ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ കാർബൺ എമിഷൻസ് കുറയ്ക്കുക പോലെയുള്ള പോളിസീസ് വരുമ്പോൾ അതിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് കുറച്ചധികം ഫേവർ ചെയ്യുക, ഡെവലപ്ഡ് കൺട്രീസിന് കുറച്ചധികം റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഇതാണ് പൊതുവെ CBDR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോളിസി അല്ല, നേരെ മറിച്ച് ക്ലൈമറ്റും എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോളിസിയാണ്. സോ ട്രേഡ് കൺസെഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ട്രൂത്ത് ആണ്. ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ CBDR കുറിച്ചിട്ട് ഇത്രയാണ് പറയാനുള്ളത്. സോ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട്. ചില കൺട്രീസ് ഒന്നും ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് US ഒക്കെ പാരീസ് ഉടമ്പടി എന്നൊക്കെ പുറകോട്ട് വന്നല്ലോ. സോ ഇതുപോലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് ഇന്ത്യയും ചൈനയും പോലെയുള്ള കൺട്രീസിനെ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് മാറ്റി ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ആക്കണം എന്നുള്ള ഒരുപാട് വാദങ്ങളും ഒക്കെ നടക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഹന ഹാരൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തിങ്കർ ആണ്. സോ ഹന ഹാരൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത്ര സിമ്പിൾ ആയിട്ടുള്ളതല്ല. ഹന ഹാരൻഡിന്റെ ഒരു തിയറിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Hannah Arendt analyzes the vita activa via 3 categories which corresponds to the 3 fundamental activities of our being in the world. So Hannah Arendt vita activa എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ ഈ vita activa വരുന്ന 3 കാറ്റഗറീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന്. ഓപ്ഷൻ 1 ക്യാപിറ്റൽ, ജോബ് ആൻഡ് പ്ലഷർ. ഓപ്ഷൻ 2 ഡിസയർ, ഫുൾഫിൽമെന്റ് ആൻഡ് വയലൻസ്. ഓപ്ഷൻ 3 ലേബർ, വർക്ക് ആൻഡ് ആക്ഷൻ. ഓപ്ഷൻ 4 ഫ്രീഡം, സഫറിംഗ് ആൻഡ് റൈറ്റ്സ്. സോ ഇതില് വിറ്റ ആക്റ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഹന്ന ആരൻഡ് പറയുന്ന ഒരു 3 കാറ്റഗറീസ് ലേബർ, വർക്ക്, ആക്ഷൻ എന്നുള്ളതാണ്. ഒരു ഇൻഡിവിജ്വൽ ബീയിങ് അപ്പാർട്ട് ഫ്രം ബീയിങ് ഇൻ ദി റലം ഓഫ് തോട്ട്, അതായത് ചിന്തിക്കുക മാത്രമല്ല നേരെ മറിച്ച് ആക്ഷനും കൂടെ എടുക്കണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ വിറ്റ ആക്റ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ഹന്ന ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ,
ഹന്നയുടെ പുസ്തകത്തിന്റെ പേര് ദ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ കണ്ടീഷൻ എന്നാണ്. സോ ഈ ഒരു പുസ്തകത്തിലാണ് വിറ്റ ആക്റ്റീവ, വിറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റുകളൊക്കെ ഹന എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ മൂന്ന് കൺസെപ്റ്റുകളെ എങ്ങനെയാണ് ഹന എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നോക്കാം. ലേബർ refers to task relate to biological needs and survival such as obtaining food, shelter, and is cyclical because it must be continually repeated. Labor എന്ന് പറയുന്നത് ഹന ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബയോളജിക്കൽ നീഡ്സും സർവൈവലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അത് സൈക്ലിക്കലും കൂടെയാണ്, അതായത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു ബ്രേക്ക് വരുത്തുക, അത് ഈ ഫുഡ് ആൻഡ് ഷെൽട്ടർ എന്ന് പറയുന്ന ബേസിക് നീഡ്സ് ആണ്. സോ അതിനൊരു ബ്രേക്ക് വരുത്തുക എന്നുള്ളത് ഹ്യൂമൻ ബീങ്സിനെ കൊണ്ട് പോസിബിൾ അല്ല. സോ ഇത് സൈക്ലിക്കൽ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ലേബർ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തത് വർക്ക് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ് ഡ്യൂറബിൾ ഒബ്ജക്ട്സ് ദാറ്റ് ഔട്ട്ലാസ്റ്റ് ഹ്യൂമൻ ലൈഫ്, ട്രാൻസ്ഫോമിംഗ് ദ നാച്ചുറൽ വേൾഡ് ആൻഡ് ബിൽഡിംഗ് എ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. അതായത് നമുക്ക് നാച്ചുറൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഹ്യൂമൻ എൻവയോൺമെന്റിലേക്ക് മാറുമ്പോൾ ലേബർ കൊണ്ട് മനുഷ്യരതിനെ വർക്ക് പ്രകാരം ഒരു ഹ്യൂമൻ കണ്ടീഷൻ, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റിലേക്ക് മാറ്റും. Okay, then action is the highest form of vita activa and is associated with social and political engagement where individuals communicate, interact and achieve freedom while revealing their unique identities in the public sphere. So action ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മൂന്ന് കാറ്റഗറിയെ കുറിച്ച് പറയുന്നുണ്ട്. ലേബർ ഉണ്ട്, വർക്ക് ഉണ്ട്. ഇതിൽ ലേബർ ബയോളജിക്കൽ നീഡ്സ് ആണ്, അതൊരിക്കലും ഒരാളെ കൊണ്ട് സ്കിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോസിബിൾ അല്ല, സൈക്ലിക്കൽ ആണ്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ കണ്ടീഷന് വേണ്ടി അല്ലെങ്കിൽ ഹ്യൂമൻ എൻവയോൺമെന്റിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ, ഡ്യൂറബിൾ ഒബ്ജക്ട്സ് വർക്കിലൂടെ ഹ്യൂമൻ ബീങ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഇൻഡിവിജ്വൽസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഏരിയ ആണ് ഈ ആക്ഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ്, ഹ്യൂമൻ ബീങ്സ് കൃത്യമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ സോഷ്യൽ ലൈഫിൽ വളരെ കൃത്യമായിട്ട് ഇന്റർവ്യൂൻ ചെയ്ത് ആക്ഷൻസിൽ ഇൻവോൾവ് ആവണം എന്നാണ് ഹന്ന പറയുന്നത്. ഓക്കെ, സോ ഹന്ന ഈ വിറ്റ ആക്റ്റീവ പറയുമ്പോൾ തന്നെ വിറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. അതായത് വിറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റ് തോട്ടും റിഫ്ലക്ഷനുമാണ്. അതായത് കൂടുതലായിട്ടും ചിന്തകൾ, അതായത് നമ്മൾ തോട്ടിൽ മാത്രം ഒതുങ്ങി പോവരുത്. നമ്മുടെ റെവല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മുടെ റിഫോംസ് എന്ന് പറയുന്നത് വെറും തോട്ടിലോ നമ്മുടെ ചിന്തിച്ച് മാത്രം നമ്മൾ കളയാൻ പാടില്ല. നേരെ മറിച്ച് അത് ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് ഒരു ഹ്യൂമൻ ബീങ് കൃത്യമായിട്ട് ആക്ഷനിൽ ഇൻവോൾവ് ആവണം, സോഷ്യൽ റിഫോംസ് എന്ന് പറയുന്ന ആക്ഷനിൽ ഇൻവോൾവ് ആവണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഈ വിറ്റ ആക്റ്റീവ, വിറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ. ഓക്കെ, she emphasizes the significance of action in the public realm where plurality allows individuals to disclose their identities and realize freedom. അവർ പറയുന്നത് കൃത്യമായിട്ടും ഹ്യൂമൻ ബീയിങ് എന്തിൽ ഇൻവോൾവ് ആവണം, സൊസൈറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ആവണം, അവരുടെ ഐഡന്റിറ്റി അവർക്ക് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം, പ്രസന്റ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെ വരുമ്പോഴാണ് ഒരു പബ്ലിക് റെലം ആക്ടിവേറ്റ് ആവുന്നത്, പബ്ലിക് ലൈഫ് ആക്ടിവേറ്റ് ആവുന്നത്, ഹ്യൂമൻ ബീയിങ്സ് കൃത്യമായിട്ട് ഫ്രീഡം എന്താണെന്ന് അറിയുന്നത് എന്നൊക്കെയാണ് ഹന്ന പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അതെ, ഹന അവരുടെ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ ഒരു വിറ്റ ആക്റ്റീവ, വിറ്റ കണ്ടംപ്ലേറ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റുകളെ കുറിച്ച് പറയുന്നത്. ലേബർ, വർക്ക്, ആക്ഷൻ എന്ന് പറയുന്നതാണ് അവരുടെ മൂന്ന് കാറ്റഗറീസ്. ഇതിൽ തന്നെ ആക്ഷൻ ആണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. വിറ്റ കണ്ടംപ്ലേറ്റീവ്, അതായത് വെറും ചിന്തയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയുക തോട്ടിൽ മാത്രം ഒതുങ്ങിച്ചേരാതെ ഒതുങ്ങിക്കൂടാതെ ഇൻഡിവിജ്വൽസ് കൃത്യമായിട്ട് ആക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സോഷ്യൽ റിഫോംസിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റുകളാണ് ഹന പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഹനയുടെ വിറ്റ ആക്റ്റീവ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണിത്. പക്ഷെ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കീവേഡ്സും ഇത്രയും കീ പ്രിൻസിപ്പിൾസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ പുസ്തകത്തിന്റെ പേര് മറന്നു പോകരുത്, ഹ്യൂമൻ കണ്ടീഷൻ. ഓക്കെ, വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹനയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഈ ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമുക്ക് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെന്റ് കൺട്രീസ് ഹാവ് ഡിഫറെന്റ് ലാൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം. ഐഡന്റിഫൈ ദി റൈറ്റ് ആൻസർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. സോ കുറച്ച് കൺട്രികളെ കുറിച്ചിട്ടും ആ കൺട്രീസിൽ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് സിംഗിൾ പാർട്ടി സിസ്റ്റം ഉണ്ട്, മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ട്, ടു പാർട്ടി സിസ്റ്റം ഉണ്ട്. സിംഗിൾ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമായിരിക്കും ഉണ്ടാവുക, മറ്റ് പാർട്ടികളൊക്കെ ബാൻഡ് ആയിരിക്കും, ലീഗലി ബാൻഡ് ആയിരിക്കും. ഓക്കെ,
സെക്കൻഡ് ടു പാർട്ടി സിസ്റ്റം ആണ്. അതായത് ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട 2 പാർട്ടികളാണ് ഉണ്ടാവുള്ളൂ. ആ 2 പാർട്ടികൾ തമ്മിലായിരിക്കും ഇലക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുക. പിന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ്. മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ എല്ലാ പാർട്ടികൾക്കും ഏകദേശം തുല്യ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകളും ഉണ്ടാവും. ഓക്കെ, മിക്കവാറും മൾട്ടി പാർട്ടി സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ കൂടുതൽ കൊയലേഷൻ ഗവൺമെന്റുകളായിരിക്കും ഉണ്ടാവുക. കാരണം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു മെജോറിറ്റി ഇലക്ഷൻസിൽ കിട്ടുക എന്നുള്ളത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ കൂടുതൽ കൊയലേഷൻ ഗവൺമെന്റുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയാണ് പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വായിച്ചു നോക്കാം. ചൈന ഈസ് എ കമ്മ്യൂണിസ്റ്റ് കൺട്രി, ദെയർഫോർ ഇറ്റ് ഹാസ് എ സിംഗിൾ പാർട്ടി സിസ്റ്റം. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയാണ്. ഒപ്പം തന്നെ ചൈനയിൽ സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ലീഗലി അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓപ്ഷൻ ബി, ഇന്ത്യ എൻജോയ്സ് മൾട്ടി പാർട്ടി സിസ്റ്റം. ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. അഫ്കോഴ്സ് ഇന്ത്യയിൽ മൾട്ടി പാർട്ടി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിൽ നാഷണൽ പാർട്ടീസ് ഉണ്ട്, റീജിയണൽ പാർട്ടീസ് ഉണ്ട്. എല്ലാ പാർട്ടികളും അവരുടേതായിട്ടുള്ള റോളുകൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പ്ലേ ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിൽ കൂടുതലും കോയലേഷൻ ഗവൺമെന്റുകളാണ് ഉണ്ടാവാറുള്ളത്. ബ്രിട്ടൻ ഹാസ് ടു പാർട്ടി സിസ്റ്റം. ബ്രിട്ടനിലെ ടു പാർട്ടി സിസ്റ്റം ആണ്. റൈറ്റ്. ജപ്പാൻ എൻജോയ്സ് ടു പാർട്ടി സിസ്റ്റം. സൗത്ത് ആഫ്രിക്ക ഹാസ് സിംഗിൾ പാർട്ടി സിസ്റ്റം. ഇതിൽ ബ്രിട്ടൻ ടു പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ബാക്കി 2 സ്റ്റേറ്റ്മെന്റ്, അതായത് ജപ്പാൻ എൻജോയ്സ് ടു പാർട്ടി സിസ്റ്റം, സൗത്ത് ആഫ്രിക്ക ഹാസ് സിംഗിൾ പാർട്ടി സിസ്റ്റം, ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ജപ്പാനും സൗത്ത് ആഫ്രിക്കയും മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഓരോ രാജ്യവും പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവിടെ ഏതൊക്കെ പാർട്ടി സിസ്റ്റം ആണ് നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ജനറൽ നോളജ് ബേസിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കൺട്രികളിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പേരുകളും അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക. അങ്ങനെയുള്ള മാച്ച് ദ ലിസ്റ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇതില് അവസാനത്തെ 2 ഓപ്ഷൻസ് ഡിയും ഇയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്കുള്ള ഒരു ഓപ്ഷൻ 2 ആണ്, ABC. സോ കറക്റ്റ് ആൻസർ ആണ് ചൂസ് ചെയ്യേണ്ടത്. സോ ABC ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ABC ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ചൈനയിൽ സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയാണ് പൊളിറ്റിക്കൽ പവർ മുഴുവൻ മോണോപ്പൊളൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വേറൊരു പാർട്ടിയും ചൈനയിൽ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യ മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ട്. ഇന്ത്യയിൽ നാഷണൽ പാർട്ടീസും ഉണ്ട്, റീജിയണൽ പാർട്ടീസും ഉണ്ട്. കോയലേഷൻ ഗവൺമെന്റുകളാണ് കൂടുതൽ സംഭവിക്കുന്നത്. സി, ബ്രിട്ടൻ ഈസ് നോൺ ഫോർ ടു പാർട്ടി സിസ്റ്റം, ഡോമിനേറ്റഡ് ഹിസ്റ്റോറിക്കലി ബൈ ദ കൺസർവേറ്റീവ് ആൻഡ് ലേബർ പാർട്ടീസ്. അപ്പോൾ ലേബർ പാർട്ടീസും കൺസർവേറ്റീവ് പാർട്ടീസും ആണ് ബ്രിട്ടനിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ ടു പാർട്ടി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, കൺസർവേറ്റീവ് പാർട്ടികൾ കൂടുതലും എന്താ പറയുക, മൊണാർക്കി ഒക്കെ സപ്പോർട്ട് ചെയ്ത് മൊണാർക്കി കൂടുതൽ പവർ വേണം അങ്ങനെയൊക്കെ വാദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പാർട്ടീസ് ആണ്. പിന്നീട് ലേബർ പാർട്ടിയാണ് ബ്രിട്ടനിലുള്ളത്. ഓക്കെ, ദെൻ ഇൻകറക്റ്റ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളാണ്. ജപ്പാനിൽ ടു പാർട്ടി സിസ്റ്റം ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അത് റോങ് ആണ്. ജപ്പാനിൽ ടു പാർട്ടി സിസ്റ്റം അല്ല. ജപ്പാൻ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് രാജ്യമാണ്. അതുപോലെ തന്നെ മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അത് ഡോമിനന്റ് ആണെങ്കിൽ പോലും, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യയിൽ ഇപ്പൊ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഡോമിനന്റ് ആണ്. പക്ഷെ അതൊരിക്കലും സിംഗിൾ പാർട്ടി സിസ്റ്റം ആണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത് എന്നല്ല അതിന്റെ അർത്ഥം. നേരെ മറിച്ച് ചിലപ്പോൾ ചില പാർട്ടികൾ ഡോമിനന്റ് ആയിരിക്കും, അവർക്ക് കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികളെക്കാളും ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമായിട്ട് അവിടെ കൂടുതൽ പാർട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ഈ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ജപ്പാൻ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഡോമിനന്റ് ആണെങ്കിൽ പോലും, ജസ്റ്റ് ലൈക്ക് ഇൻ ദ കേസ് ഓഫ് BJP ഇൻ ഇന്ത്യ, ഡോമിനന്റ് ആണെങ്കിൽ പോലും ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ. ഓക്കെ, ഡെമോക്രാറ്റിക് പാർട്ടി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികൾ ജപ്പാനിലുണ്ട്. സോ LDP, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ജപ്പാനിലെ പാർട്ടിയാണ്. പേര് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ, ചിലപ്പോൾ മാച്ച് ദ ലിസ്റ്റ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ദെൻ സൗത്ത് ആഫ്രിക്കയിലും നമ്മൾ പറഞ്ഞ പോലെ സിംഗിൾ പാർട്ടി സിസ്റ്റം അല്ല, മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അവിടെ തന്നെ ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ പേരാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അപ്പാർത്തൈഡിന് ശേഷം ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ആണ് സൗത്ത് ആഫ്രിക്കയിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും, ഡോമിനന്റ് ആയിട്ടുള്ള ഒരു പാർട്ടി ഉണ്ടെങ്കിൽ പോലും മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, ഇത്രയാണ് ഈ രാജ്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അവസാനത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ സൗത്ത് ആഫ്രിക്കയും ജപ്പാനെയും കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് റോങ് ആയിട്ടുള്ളത്. സോ എന്താണ് മൾട്ടി പാർട്ടി സിസ്റ്റം, എന്താണ് ടു പാർട്ടി സിസ്റ്റം, എന്താണ് സിംഗിൾ പാർട്ടി സിസ്റ്റം, ഏതൊക്കെ രാജ്യങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഓർത്ത് വെക്കാവുന്നിടത്തോളം
കുറച്ച് രാജ്യങ്ങളെയും അവരുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ ഓർത്തു വെക്കാം. അൾജീരിയയിലുള്ള പാർട്ടിയുടെ ഒക്കെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പാർട്ടികൾ, ഇത് ബംഗ്ലാദേശിലെ ഒക്കെ ഒരു പാർട്ടിയാണ്. സോ അതുപോലെയുള്ള കുറച്ച് പാർട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പാർട്ടികളുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റം പോലെയുള്ള മൊഡ്യൂൾ ഉണ്ടല്ലോ, യൂണിറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. മാച്ച് ദ ലിസ്റ്റ് വളരെ കോമൺ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. രാജ്യങ്ങളും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് ഒരു ലിസ്റ്റിൽ തരും, രാജ്യങ്ങളുടെ പേര് വേറൊരു ലിസ്റ്റിൽ തരും. അവ എന്താ പറയാ മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ അത് തറവായിട്ട് പഠിക്കുക. ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും എങ്കിലും ഇപ്പം അമേരിക്കയുടെ ഒക്കെ പാർട്ടികൾ, ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി, അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, നന്നായിട്ട് പഠിക്കുക. ഫ്രാൻസ് അങ്ങനെ മൾട്ടി പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അമേരിക്ക 2 പാർട്ടി സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഇതുപോലുള്ള കുറച്ച് ഫീച്ചേഴ്സും ഓർത്തു വെക്കുക. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ലിസ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. സോ 1ാമത്തെ ലിസ്റ്റിൽ കുറച്ച് പ്രധാനപ്പെട്ട ഇന്ത്യൻ തിങ്കേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. 2ാമത്തെ ലിസ്റ്റിൽ അവരെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിനനുസരിച്ച് നമ്മൾ മാച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ലിസ്റ്റ് 1 ഒന്ന് വായിക്കാം. എ വേദവ്യാസ, ബി കൗടില്യ, സി രാജാ റാം മോഹൻ റോയ്, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. അവരെ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലിസ്റ്റ് 2 വായിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധി, മഹാഭാരത്, സപ്താംഗ്, പൈനിയർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേദവ്യാസ പറയുമ്പോൾ തന്നെ നമുക്കറിയാം മഹാഭാരതം എഴുതിയിട്ടുള്ള ആളാണ്. കൗടില്യയുടേതാണ് സപ്താംഗ തിയറി. സോ B3. രാജാറാം മോഹൻ റോയ്, അദ്ദേഹം പയനിയർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു ആണ്, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ഇതിന്റെ ആൻസർ ആയിട്ട് A2, B3, C4, D1 ഇങ്ങനെയാണ് വരിക. C1 ഓക്കെ, D1 ഒന്നാമത്തെ ഓപ്ഷൻ. A2, B3, C4, D1. എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. വേദവ്യാസ മഹാഭാരതയുടെ ഓതറാണ്. കൗടില്യയുടെയാണ് സപ്താംഗ തിയറി, 7 limbs, തിയറി ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള 7 ഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുന്ന ഒരു തിയറിയാണ് കൗടില്യയുടേത്. അർത്ഥശാസ്ത്ര എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഈ സപ്താംഗ തിയറിയെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ റിനൈസൻസിന്റെ പൈനിയറാണ്, എല്ലാവർക്കും അറിയാം. സോഷ്യൽ റിഫോമർ ആണ്. അബോളിഷൻ ഓഫ് സതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം. ദെൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരുവാണ്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഡയറക്റ്റ് ആയിട്ട്, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് ഓർ ഇൻസിഡൻസ് റിലേറ്റഡ് ടു ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ് ക്രോണോളജിക്കലി. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ക്രോണോളജിക്കലി അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ ക്രോണോളജിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര കോമണും ഫ്രീക്വന്റും ആണ്. സംഭവങ്ങൾ മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ ഇയർ കൃത്യമായിട്ട് അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി എസ്കലേഷൻസും എഗ്രിമെന്റ്സും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കാർഗിൽ വാർ ഏകദേശം നടക്കുന്ന 1999-ലാണ്. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഷിംല എഗ്രിമെന്റ് 1972-ലാണ് നടക്കുന്നത്, ആഫ്റ്റർ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. പുൽവാമ ഇൻസിഡന്റ് നടക്കുന്നത് വളരെ റീസെന്റ് ആയിട്ട് 2019-ലാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി കൂട്ടത്തിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ളതാണ്, 1960s-ലാണ് നടക്കുന്നത്. ദെൻ ഉറി ഇൻസിഡന്റ് 2016 ആണല്ലോ ഉറി ഇൻസിഡന്റ് നടക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു ക്രോണോളജി നോക്കുമ്പോൾ ഡി ആദ്യം നടന്നിട്ടുള്ള സംഭവമാണ്. DBAC ആയിരിക്കും. DBAC നമുക്ക് ഓപ്ഷൻസ് നോക്കാം. DBAC 4th ഓപ്ഷൻ ആണെന്നാണ് തോന്നുന്നത്. 4th ഓപ്ഷൻ ആണ് DBAC. സോ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. വേൾഡ് ബാങ്കിന്റെ മീഡിയേഷനിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാട്ടർ ഷെയറിംഗ്, ഇൻഡസ് റിവറിലെ വാട്ടർ ഷെയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈൻ ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. ജവഹർലാൽ നെഹ്റു ആണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഷിംല എഗ്രിമെന്റ് 1972-ല് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ഭാഗമായിട്ട് 1979-ൽ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിലൊരു വാർ ഉണ്ടാവുന്നുണ്ട്. ഈസ്റ്റ് പാകിസ്ഥാൻ ഇന്നത്തെ ബംഗ്ലാദേശ് ആയിട്ട് ലിബറേറ്റഡ് ആവുന്നത് ഈ വാറിന്റെ ഭാഗമായിട്ടാണ്, വാർ കഴിഞ്ഞിട്ടാണ്. സോ ഈ വാർ ഇൻഡോ പാക് വാർ തന്നെയാണ്. സോ അതിന്റെ പീസ് അഗ്രിമെന്റ് ആയിട്ട് 71-ൽ നടക്കുന്ന വാറിന് പീസ് അഗ്രിമെന്റ് ആയിട്ട് 1972-ലാണ് ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ മീഡിയേഷനിലാണ് ഈ ഒരു ഷിംല അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കാർഗിൽ വാർ 1999-ല് ആ സമയത്ത് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ.
കാർഗിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പാകിസ്ഥാനി ടെററിസ്റ്റും ഇന്ത്യൻ മിലിറ്ററി ആയിട്ടുണ്ടാവുന്ന ഒരു വാറാണ് കാർഗിൽ വാർ 1999 ദെൻ ഉറി ഇൻസിഡന്റ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു. 19 സോൾജിയേഴ്സോളം മരിക്കുന്നുണ്ട് ലൈൻ ഓഫ് കൺട്രോൾ ആയിട്ട് ബന്ധപ്പെട്ട്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ആണ് ലൈൻ ഓഫ് കൺട്രോൾ എന്നറിയപ്പെടുന്നത്. സോ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മിലിറ്ററി എക്സ്കലേഷൻ ആയിരുന്നു ഉറി ഇൻസിഡന്റ്. അവിടെ അതിന്റെ ഭാഗമായിട്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഉണ്ടാവുന്നുണ്ട്. സോ 2016 ഉറി ഇൻസിഡന്റ് നടക്കുന്നത്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ട് 2019 പുൽവാമ ഇൻസിഡന്റ് ഉണ്ടാവും. ഓക്കെ, അതൊരു സൂയിസൈഡ് ബോംബ് അറ്റാക്ക് ആയിരുന്നു. സോ ഇതൊരു മിലിറ്ററി എസ്കലേഷൻസ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള മിലിറ്ററി എസ്കലേഷൻസും വാറുകളും എഗ്രിമെന്റും അതിന്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇയർ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുക. സോ ക്രൊണോളജിക്കലി ഇത്തരം ഇവന്റ്സ് ഡീൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. സോ എന്തെങ്കിലും ഒരു ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഇവന്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഇയർ കൃത്യമായിട്ട് പഠിക്കുക. ക്രൊണോളജിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ആ സമയം തന്നെ ഉള്ള പ്രൈം മിനിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടും മൊത്തത്തിലൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പൊ ചിലപ്പം ഇൻസിഡൻസ് വന്നിട്ട് അവരെ പ്രൈം മിനിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുമായിട്ട്. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാവുന്ന ബോർഡർ ഇഷ്യൂസ്. സോ അങ്ങനെ കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്. സോ ഇത്രയാണ് ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ക്രൊണോളജി ഉണ്ടായിരുന്നു, പിന്നെ മാച്ച് ദ ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു, തിങ്കേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അത് ജനറൽ ആയിട്ട് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, ഹന്നയെ പോലുള്ള ആൾക്കാരുടെ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. സോ ഇയർ നന്നായിട്ട് പഠിക്കുക. ക്രൊണോളജിക്കലി ഒരു ഏകദേശം ആ ഒരു പിൻ പോയിന്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം ഒരു ധാരണ ഉണ്ടാവുക IR പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നടന്നതും ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട എഗ്രിമെന്റ്സും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ദെൻ അത്രേ ഉള്ളൂ. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.